നമസ്കാരം. യൂറോപ്പിന്റെ ആകാശത്ത് വീണ്ടും ആണവ നിഴലുകൾ കനക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുറിവുകൾ ഇന്നും ചരിത്രത്തിന്റെ പേജുകളിൽ മായാതെ കിടക്കുമ്പോൾ ആ ഭൂഖണ്ഡം വീണ്ടും ഒരു പുതിയ ആയുധ മത്സരത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. നാറ്റോ രാജ്യങ്ങൾ യൂറോപ്പിൽ ആണവശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് വെറും പ്രതിരോധ തന്ത്രത്തിലെ മാറ്റമല്ല, ലോക രാഷ്ട്രീയത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാവുന്ന നിർണായക സംഭവ വികാസമാണ്. രാജ്യാന്തര തലത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ കൂടുതൽ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിനെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതായി റിപ്പോർട്ട്. പ്രമുഖ രാജ്യാന്തര മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. നിലവിൽ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള US യുദ്ധവിമാനങ്ങൾക്ക് അല്ലെങ്കിൽ ബോംബറുകൾക്ക് താവളമൊരുക്കുന്ന 6 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ പങ്കാളിത്തം വ്യാപിപ്പിക്കാനാണ് അമേരിക്കൻ അധികൃതർ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. പരമ്പരാഗത ദൗത്യങ്ങൾക്കും ആണവ ആക്രമണങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്യുവൽ കേപ്പബിൾ എയർക്രാഫ്റ്റ് വിന്യസിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് പുതിയ നിർദ്ദേശം. എന്നാൽ നിലവിലുള്ള ആണവ പങ്കാളിത്ത കരാറുകൾ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം അടുത്ത ഭാവിയിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റഷ്യയുമായുള്ള അതിർത്തി പങ്കിടുന്നതോ അതിനോട് അടുത്തു നിൽക്കുന്നതോ ആയ നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലെ രാജ്യങ്ങളാണ് US യുദ്ധവിമാനങ്ങൾക്ക് താവളമൊരുക്കാൻ സജീവ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പോളണ്ട്, ബാൾട്ടിക് രാജ്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങൾ പ്രതിരോധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ നാറ്റോയുടെ ആഭ്യന്തര ചാനലുകൾ വഴി പുരോഗമിക്കുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ US പ്രതിരോധ വകുപ്പായ പെന്റഗണോ നാറ്റോ നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല. നാറ്റോ അംഗങ്ങളുടെ സംരക്ഷണത്തിനായി അമേരിക്ക തങ്ങളുടെ ആണവായുധങ്ങൾ നിരന്തരം ഉപയോഗിക്കുമെന്ന് പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി മുൻപ് പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ പ്രതിരോധത്തിനായി സ്വന്തം നിലയിൽ മതിയായ തുക ചെലവഴിക്കുന്നില്ല എന്ന വിമർശനം അമേരിക്കയിൽ തന്നെ ശക്തമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ സമീപനത്തെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പരമ്പരാഗത പ്രതിരോധത്തിനായി യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായി അമേരിക്കയെ ആശ്രയിക്കുകയാണെന്നും അവർ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഈ സാഹചര്യത്തിലും നാറ്റോയുടെ ആണവ പ്രതിരോധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി US ആണവായുധങ്ങൾ തുടരുമെന്ന് കോൾബി അടിവരയിടുന്നു. നാറ്റോയിലെ ആകെ 32 അംഗരാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ആണവായുധങ്ങളുള്ളത്: US, UK, ഫ്രാൻസ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യൂറോപ്പിലെ സുരക്ഷാ ആശങ്കകൾ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നാറ്റോ കൂടുതൽ ശക്തമായ സൈനിക സാന്നിധ്യവും ആണവ പ്രതിരോധ ശേഷിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഔദ്യോഗികമായി ഇത് സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മറഞ്ഞുകിടക്കുന്നു. ഒന്നാമതായി, യൂറോപ്പിലെ അമേരിക്കൻ സ്വാധീനം കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമമായാണ് പല വിദഗ്ധരും ഇതിനെ കാണുന്നത്. വർഷങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധ കാര്യങ്ങളിൽ അമേരിക്കയെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ റഷ്യൻ ഭീഷണി ഉയർത്തിക്കാട്ടി കൂടുതൽ സൈനിക സഹകരണം ഉറപ്പാക്കുന്നത് അമേരിക്കയുടെ ആഗോള നേതൃത്വത്തിന് ശക്തി പകരുന്ന നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഇനി രണ്ടാമതായി, ഇത് റഷ്യക്ക് നൽകുന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ്. യുക്രൈൻ യുദ്ധത്തിലൂടെ മോസ്കോ ലോകത്തിനു മുന്നിൽ തന്റെ സൈനിക ശക്തി പ്രകടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് മറുപടിയായി നാറ്റോയും സ്വന്തം ശക്തി പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ ഇത്തരം ശക്തി പ്രകടനങ്ങൾ പലപ്പോഴും സമാധാനത്തിലേക്കല്ല, കൂടുതൽ അപകടകരമായ ഏറ്റുമുട്ടലിലേക്കാണ് ലോകത്തെ നയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം പുതിയൊരു ആയുധ മത്സരത്തിനുള്ള സാധ്യതയാണ്. ഒരു വശത്ത് നാറ്റോ ആണവശേഷി വർദ്ധിപ്പിക്കുമ്പോൾ മറുവശത്ത് റഷ്യയും സ്വന്തം ആയുധ ശേഖരം കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കും. അതോടൊപ്പം ചൈനയും ഈ മത്സരത്തിൽ കൂടുതൽ സജീവമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോകം വീണ്ടും ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന, പക്ഷെ അതിനേക്കാൾ അപകടകരമായ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായും ഇതിന്റെ ആഘാതം ചെറുതാകില്ല. പ്രതിരോധ ചെലവുകൾ ഉയരുന്നതോടെ സാമൂഹിക വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കും നീക്കിവെക്കേണ്ട വൻ തുകകൾ സൈനിക മേഖലയിലേക്ക് മാറാം. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അത് നേരിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. യൂറോപ്പിന്റെ മണ്ണിൽ ഇന്ന് ഉയരുന്നത് പുതിയ മിസൈൽ താവളങ്ങൾ മാത്രമല്ല, ഭാവിയിലെ അനിശ്ചിതത്വത്തിന്റെ നിഴലുകൾ കൂടിയാണ്. സമാധാനത്തിന്റെ പ്രാവുകൾ പറക്കേണ്ട ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ കഴുകന്മാർ വട്ടമിട്ട് പറക്കാൻ തുടങ്ങുന്നുവെന്ന ആശങ്കയാണ് ലോകം പങ്കിടുന്നത്. നാറ്റോയുടെ നീക്കം സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമമാണോ അതോ പുതിയ ശക്തി പോരാട്ടത്തിന്റെ തുടക്കമാണോ എന്നത് ചരിത്രം തീരുമാനിക്കും.